ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു JMJ. വെറും നാല് അപ്ഡേറ്റുകൾ. ആദ്യത്തെ അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി. ബേബി എന്നാണ് പറയുന്നത്. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്നത് മാർക്കോയ്ക്ക് ശേഷം നല്ല രീതിയിൽ, അതായത് വയലൻസ് ഒക്കെ വിട്ട് നന്നായി കുറച്ച് പ്രണയമൊക്കെ ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാം എന്ന് നമ്മുടെ ഉണ്ണിമുകുന്ദൻ ചേട്ടൻ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സിനിമയാണ് മക്കളെ ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണിമുകുന്ദൻ മാത്രമല്ല, കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം പല ആളുകൾ ഇപ്പൊ പറയുന്നുണ്ട് ഒരൊറ്റ എക്സ്പ്രഷൻ വിമലിനുള്ളൂ, നിഖിലക്ക് ഒരൊറ്റ എക്സ്പ്രഷനേ ഉള്ളൂ. ആ എക്സ്പ്രഷനിൽ ഒരു മാറ്റം വരുത്തി പുള്ളിക്കാരി വരും നമുക്ക് വിചാരിക്കാം. ചില സിനിമയെ കാണുമ്പോൾ ഒരേ എക്സ്പ്രഷനുകൾ തോന്നാറുണ്ടെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, വളരെ നല്ല രസമായിട്ട് അഭിനയിക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഉണ്ണിമുകുന്ദന് പറ്റിയിട്ടുള്ള ഒരു മാച്ച് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ണിമുകുന്ദന്റെ ആ ഒരു ശരീരവും ബോഡിയും സെറ്റപ്പും അതിലേക്ക് ചേരുന്ന രീതിയിലുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കപ്പിളായിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യത തോന്നുന്നു. ജസ്റ്റ് സാധ്യത. എന്തായാലും ഗെറ്റ് സെറ്റ് ബേബി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മാർക്കോയ്ക്ക് ശേഷം ഭയങ്കര വലിയൊരു ഹൈപ്പ് ഉണ്ണിമുകുന്ദൻ എന്ന വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഏത് സിനിമ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ പ്രതീക്ഷകൾ ഭയങ്കരമാണ്. ഈ സിനിമ കൂടി ഹിറ്റ് അടിച്ചാൽ ഉണ്ണിമുകുന്ദൻ വേറെ ലെവലിലേക്ക് പോകും. കാരണം ഇപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ പല ആളുകളും അതിനെതിരായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു ആക്ഷൻ പടം, ഒരു വയലൻസ് പടം വിജയിച്ചപ്പോഴേക്ക് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാൻ പാടുണ്ടോ വെച്ചിട്ട്. ഇത് ഹിറ്റായാൽ പറയാലോ ആള് പൊളിയാണെന്ന്. സൂപ്പർ സ്റ്റാർ നിങ്ങൾ വിളിക്കണ്ട, അതിനുള്ള മുതലുണ്ട് സമ്മതിക്കാലോ. അപ്പൊ സാധനം വരും. എന്തായാലും ഗെറ്റ് സെറ്റ് ബേബിയുടെ മനമേ ആലോലം സോങ് ഔട്ട് നൗ. അപ്പൊ അതിന്റെ പാട്ട് വന്നിട്ടുണ്ട്. സാം സിയസ് ആണ്, തിങ്ക് മ്യൂസിക് ആണ്. പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പറേറ്റ് കിട്ടുന്നതുകൊണ്ടാണ് അതിന്റെ റിയാക്ഷൻ ചെയ്യാത്തത്. അതിന്റെ കൂടെ കിട്ടും. അടുത്തത് ബസൂക്കയുടെ ആ ടീച്ചർ വന്നതിന് ശേഷം അത് ഭയങ്കരമായിട്ട് അടിച്ചു സെറ്റപ്പായിട്ട് പോയിട്ടുണ്ട്. അതിന്റെ ഗ്ലിംസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അതിന്റെ വീഡിയോ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള പോക്ക് പോയിട്ടുണ്ടെന്ന് ശരിയാണ്. പക്ഷെ ഇപ്പോ ഭയങ്കര വൈറലായിക്കൊണ്ടൊരു സംഭവമാണ് ഇതിൽ ആ ഒരു ആക്ഷൻ സീൻ. കാരണം ഇപ്പോൾ മമ്മൂക്കൊക്കെ ആക്ഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വലിയ ഒരു 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 റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. കാരണം ഇപ്പോ ലാസ്റ്റ് വരാനിരിക്കുന്ന ഒരു സിനിമ, അത് നമ്മുടെ അജഗജാന്തരത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ടിനു പാപ്പച്ചൻ മമ്മൂക്കേനെ വെച്ചൊരു പക്ക മാസ് ആക്ഷൻ ഫിലിം ചെയ്യാൻ പോകുന്നു ഒരു വാർത്ത വന്നപ്പോ എല്ലാവരും പറയും എന്തിനാണ് നോക്കി പോലെ നിൽക്കാനോ എന്നൊക്കെ. കുറെ ആൾക്കാർ ഡ്യൂപ്പല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഡ്യൂപ്പാണെങ്കിൽ ഡ്യൂപ്പ് അല്ലെങ്കിലും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് വേറെ ലെവലാണ്. ഡ്യൂപ്പാണല്ലേ നമുക്കറിയില്ല, പലപ്പോഴും ഡ്യൂപ്പ് അല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും ഇതിലൊരു സംഭവം ഉണ്ടല്ലോ, ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഒരു ട്രോൾ ആട്ടോ, ട്രോൾ അതുപോലെ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്നത് വിശ്വസിക്കണല്ലോ. അപ്പോ അത്തരത്തിലൊരു സാധനം കൊടുത്തിട്ടുണ്ട്. രണ്ട് വില്ലന്മാര് ഒരാളുടെ മേലൂടെ ഇങ്ങനെ മറിഞ്ഞിട്ട് മറ്റേയാളെ ചവിട്ടി പൊളിക്കാൻ നിൽക്കുന്ന മമ്മൂക്ക. എന്തായാലും പുള്ളീന്റെ ആറ്റിറ്റ്യൂഡ് വേറെ ലെവലാണ്. അത് ആര് സമ്മതിച്ചാലില്ലെങ്കിലും മമ്മൂക്കേന്റെ ആറ്റിറ്റ്യൂഡ്, അതിനോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു നടൻ മലയാളത്തിലുണ്ടോ ചോദിച്ചാൽ ഓക്കെ, ലാലേട്ടൻ ആറ്റിറ്റ്യൂഡ് എന്തില്ല എന്നല്ല, എന്നാലും യങ്സ്റ്റേഴ്സ് എല്ലാ ആളുകൾക്കും അത്ര ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇവിടെ വന്നിട്ടുള്ള സാധനം ഉണ്ടാവും. ഈ ഫൈറ്റ് തിയേറ്ററിൽ വൻ ഓളമായിരിക്കും. ഇതിന്റെ താഴെ ഒരു കമന്റ് ഉണ്ട്, അപ്പൊ എന്താ കായലിലാണ് എടുത്തത് എടേ. അടുത്തത് എടക്കൊച്ചി ഈശോ ലിറിക് വീഡിയോ ഔട്ട് നൗ. പറഞ്ഞു വരുന്നത് ദാവീദ് എന്ന് പറഞ്ഞ സിനിമയിലെയാണ്. ദാവീദ് ഈ പറഞ്ഞ പോലെ ഞാൻ പേഴ്സണലി വളരെ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സിനിമയാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് പഞ്ച്. അങ്ങനെ ഒരു കിടൻ പഞ്ച് പടം വരുമെന്ന് വിചാരിക്കാം. പിന്നെ പുള്ളീന്റെ എല്ലാ എന്താ പറയാ ചേരുവകളും ചേർന്നുള്ള പടമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ആന്റണി വർഗീസ് പെപ്പെ എന്ന് പറഞ്ഞ നടൻ ഇമോഷണൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള സാധാ കാഷ്വൽ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴോ കിട്ടുന്നതിനേക്കാൾ ഒരു പുള്ളിക്ക് ഏറ്റവും ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ദേഷ്യക്കാരനായുള്ള, ഭയങ്കര കലിപ്പനായിട്ടുള്ള, ഭയങ്കര എൻജോയ് ചെയ്ത ഒരു നാടൻ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. നാട്ടിലൊക്കെ ഒരു ഗ്യാങ് ആയിട്ട് നടക്കുന്ന, പള്ളിപ്പെരുന്നാളൊക്കെ അടി ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് പൊട്ടിക്കുന്ന, അത്തരം എല്ലാ സാധനവും ഫില്ല് ചെയ്തിട്ടുള്ള കുറച്ച് പ്രണയവും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള, അത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. തമാശകളും കുറെ നൈസായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. എനിക്ക് എന്റെ അഭിപ്രായം ഉണ്ടോ, നിങ്ങൾക്ക് എല്ലാ ക്യാരക്ടറും നന്നായിട്ട് ചെയ്യുന്ന തോന്നിയിട്ടുണ്ടാവാം. എന്റെ തോന്നലാണ് ഞാൻ പറയുന്നത്, നല്ല പറയാൻ പറ്റുള്ളൂ. അപ്പോ അത്തരത്തിൽ എല്ലാ ചെരുവും ചേർന്നുള്ളൊരു പടമാണ് ദാവീദ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, ഫുൾ ഒരു ഓൾ ഇൻ ഓൾ ആക്ഷൻ ബോക്സിംഗ് ഓറിയന്റഡ് ഫിലിമാണ്. നമുക്ക് കണ്ടറിയാം. എന്തായാലും അതിന്റെ പാട്ട് വന്നിട്ടുണ്ട്. വീണ്ടും ആ പാട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന ഒരൊറ്റ കാരണമേ ഉള്ളൂ, ബിക്കോസ് ഓഫ് കോപ്പി റൈറ്റ് ഇഷ്യൂസ്. വെറുതെ എന്തിനാണ് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത്, നമുക്കും കിട്ടൂല. അടുത്തത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് മെയിൻ ആയിട്ട് ഇവിടെ പറയേണ്ടത്. ഇഡ്ലിക്കടൈ എന്ന് പറയുന്ന നമ്മുടെ ധനുഷ് അണ്ണന്റെ ഏറ്റവും പുതിയതായിട്ട് വരാൻ പോകുന്ന സിനിമ. ഇതിന്റെ മുമ്പ് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓക്കെ കൺമണിയും പുള്ളിക്കാരിയും കൂടെ നിന്നിട്ടുള്ള നിത്യാമേനോൻ. ആ ഒരു പോസ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒന്നിൽ ഒരു മരത്തിന്റെ താഴെ ഇപ്പുറത്തൊരു കിടാവൊക്കെ ആയിട്ട്, കിടാവ് പശുക്കുട്ടി ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു സാധനം. ഭയങ്കര ഒരു
ഒരു നാച്ചുറൽ, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നാടൻ സിനിമ. നല്ല രസമാണ് അങ്ങനത്തെ സിനിമ കാണാൻ. അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. ഒരു വാം, എന്താ പറയാ, ഭയങ്കര വാം ഫീൽ തരുന്ന തരത്തിലുള്ള എനിക്ക് അങ്ങനെ തോന്നി. അതിനുശേഷം അവർ രണ്ടാളും കൂടി ഒരു വയലും, കരിമ്പും തൊട്ടാണ് വയലും, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഇങ്ങനെ പ്രണയത്തോടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സാധനം. പക്ഷെ അതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഈ ഒരു പോസ്റ്റർ ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ അരുൺ വിജയ് ആണ് ബോക്സർ ആയിട്ട് നിൽക്കുന്നത്. അതിന്റെ അടുത്ത് കയ്യില് ഒരു 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 ട്രെയിനർ പോലെ നിൽക്കുന്നുണ്ട്. മറ്റേ ടർക്കിയും കാര്യങ്ങളും വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ബോക്സിങ് ഓറിയന്റഡ് സാധനമാണോ എന്ന് അറിയില്ല. അതാവാൻ സാധ്യതയില്ല. അതൊരു പ്രണയം പറയുന്ന ഫിലിം ആവാനാണ് സാധ്യത, ഒരു സാധാരണക്കാരന്റെ. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഇയാൾ ബോക്സിങ് ഇറങ്ങണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല ഗൂസ്ബം, ഒരു സ്പോർട്സ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് വന്നാൽ ധനുഷ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അപ്പൊ അങ്ങനെയും കൂടെ ഇതിൽ ഉണ്ടാവുമോ എന്നൊരു തോന്നലുണ്ട്. എന്തായാലും ഈ പോസ്റ്റർ കണ്ട് കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം രണ്ടും രണ്ട് ടൈപ്പ് പോസ്റ്ററാണ് തന്നിട്ടുള്ളത്. എന്തായാലും ഇത് ഭയങ്കര രസമായി, റിങ്ങിൽ ഇരിക്കുന്ന സംഭവമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ അരുൺ വിജയ് ഇരിക്കുന്നുണ്ട്, തൊട്ടടുത്ത് പുള്ളിക്കാരൻ നിൽക്കുന്നുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ ഏതോ മാച്ചാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പൊ എന്തായാലും ഇതെന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു, ഹഠാത് ആകർഷിച്ചു. അപ്പോ ഈ 4 അപ്ഡേറ്റുകൾ മാത്രമേ പറയാനുള്ളൂ. ഇന്ന് എമ്പുരാനില്ല. കുറച്ചായിട്ട് ഫുൾ ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുൾ എമ്പുരാണ്. പല ആളുകളും ചോദിക്കുന്നുണ്ട് എമ്പുരാൻ അല്ലാതെ വേറെ ഒന്നും പറയില്ല, എമ്പുരാൻ 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 എന്തിങ്ങനെ എമ്പുരാൻ പറയുന്നു. ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് അമ്മ ഹൈപ്പറാണ് എമ്പുരാൻ നിൽക്കുന്നത്. എങ്ങനെ പറയാതിരിക്കും? നമ്മൾ പറയുന്നതല്ല, നമ്മളെ കൊണ്ട് ലാലേട്ടൻ ആൻഡ് ടീം, അല്ലെങ്കിൽ എമ്പുരാൻ ആൻഡ് ടീം, അല്ലെങ്കിൽ പൃഥ്വി ആൻഡ് ടീം, അല്ലെങ്കിൽ രാജുവേട്ടൻ ആൻഡ് ടീം, അല്ലെങ്കിൽ മുരളിഗോപി ആൻഡ് ടീം, വാട്ടെവർ, അവർ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് സുഹൃത്തുക്കളെ, പറയിപ്പിക്കുന്നതാണ്. അമ്മ ഹൈപ്പാണ്, കുരു കൂട്ടിയിട്ട് കാര്യമില്ല എന്നാണ് പറയാനുള്ളത്.